എൻ്റെ താലി കഥാ അവതരണം തുമ്പി. ഈ സ്റ്റോറി ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എങ്ങനാ തുടങ്ങിയാലോ? രേണുവിൻ്റെ ഉള്ളിൽ സുധിയുടെ വാക്കുകൾ ഉണ്ടാക്കിയ മുറിവിനേക്കാൾ വലുതായിരുന്നു ആദ്യം നൽകിയ ആത്മവിശ്വാസം. വർഷങ്ങൾക്ക് മുമ്പ് കൈവിട്ടുപോയ സ്നേഹം ഒരു തണലായി കൂടെയുണ്ടെന്ന തോന്നൽ അവൾക്ക് പുതിയൊരു കരുത്ത് നൽകി. അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അച്ചുമോൻ്റെ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കി അവൾ വിചാരിച്ചു, ഇനി താൻ ആർക്കു മുന്നിലും തലകുനിക്കില്ല. പക്ഷേ പുറത്ത് ഇരുട്ടിൽ പതിയിരിക്കുന്ന സുധിയുടെ പകയുടെ ആഴം അവൾ അറിഞ്ഞതേയില്ല. പിറ്റേന്ന് ഓഫീസിൽ എത്തിയ രേണുവിനെ കാത്തിരുന്നത് അപ്രതീക്ഷിതമായ ചില അതിഥികളായിരുന്നു. ലക്ഷ്മി ചേച്ചിയുടെ ക്യാബിനിൽ ആരോ ഗൗരവത്തിൽ സംസാരിക്കുന്നത് കേൾക്കാം. എന്നാൽ ആരാണെന്ന് രേണുവിന് വ്യക്തമായില്ല. എന്നാൽ സംസാരം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയ ആളെ കണ്ടപ്പോൾ രേണുവിൻ്റെ ഉള്ളൊന്നു പിടഞ്ഞു. ശ്വാസം നിലയ്ക്കുന്ന പോലെ തോന്നി. മറ്റാരുമായിരുന്നില്ല അത്, തൻ്റെ അനിയത്തി രേഖയായിരുന്നു. രേഖയുടെ കണ്ണുകളിൽ പണ്ടുണ്ടായിരുന്ന കുസൃതിയില്ല, പകരം വന്യമായ ഈർഷ്യയായിരുന്നു അവളോട്. ശേഷം അവൾ രേണുവിനോടായി പറഞ്ഞു, നീ ഇവിടെ സുഖമായി വാഴാൻ നോക്കണ്ട. നിന്റെ പതിവ്രതയുടെ മുഖം മൂടി ഞങ്ങൾ ഇപ്പോൾ തന്നെ വലിച്ചു കീറും. രേണു ഒന്ന് വിറച്ചെങ്കിലും പതറാതെ ചോദിച്ചു, നിനക്ക് മതിയായില്ലേ രേഖ? ഇതുവരെ എൻ്റെ ജീവിതം ഇത്രയൊക്കെ ആക്കിയത് നീയല്ലേ? എൻ്റെ ഭർത്താവിനെയും തട്ടിയെടുത്തു. എന്നിട്ട് നീ... രേണു വാക്കുകൾ മുഴുമിപ്പിക്കുന്നതിനു മുമ്പ് തന്നെ അവൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. എന്നാൽ രേണുവിനറിയാത്ത മറ്റൊരു കാര്യമുണ്ടായിരുന്നു. ഈ ശ്രീലക്ഷ്മി ടെക്സ്റ്റൈൽസ് നമ്മുടെ ആദി വിലയ്ക്ക് വാങ്ങിയതാണ്. അതിൻ്റെ നടപടിക്രമങ്ങൾ നടക്കുന്നതിനിടയിലാണ് രേണു ജോലി ചോദിച്ച് ലക്ഷ്മി ചേച്ചിയെ വിളിക്കുന്നത്. എന്നാൽ ആദി പറഞ്ഞിട്ടാണത്രേ ആദിയുടെ ഉടമസ്ഥയിലാണ് ഈ ടെക്സ്റ്റൈൽസ് എന്ന വിവരം രേണുവിനെ അറിയിക്കാതിരുന്നത്. ആദി തന്നെയാണ് രേണുവിനെ അക്കൗണ്ട് സെക്ഷനിൽ ജോലിക്കായി നിയമിച്ചതും. എന്നാൽ രേണുവിന് ഇതൊന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അയാൾ ആ ടെക്സ്റ്റൈൽസിൻ്റെ പേര് ഇപ്പോഴും മാറ്റാത്തതും. ആദിയാണ് അതിൻ്റെ ഓണറെന്നറിഞ്ഞാൽ രേണു ചിലപ്പോൾ ജോലിയിൽ പ്രവേശിച്ചില്ലെങ്കിലോ? ജോലിക്ക് പോയില്ലെങ്കിൽ അവളുടെ ജീവിതം... രേണു പറയാതെ തന്നെ രേണുവിൻ്റെ ജീവിത കഥകളൊക്കെ ലക്ഷ്മിയിൽ നിന്നും ആദി മനസ്സിലാക്കിയിരുന്നു. ഒരു ദിവസം രേണു ടെക്സ്റ്റൈൽസിലെ ജോലിയും കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ അച്ചുമോന് വല്ലാത്തൊരു ക്ഷീണം. കുഞ്ഞിന് പാല് കൊടുത്തിട്ട് അവൻ പാല് കുടിക്കുകയോ ആഹാരം കഴിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. എൻ്റെ ഈശ്വര, എന്ത് പരീക്ഷണമാണ് ഇതിന് മാത്രം? ഞാൻ എന്ത് തെറ്റാ ചെയ്യുന്നേ? അവൾ ദൈവത്തോട് ചോദിച്ചു. വേഗം തന്നെ അവൾ ഫോൺ എടുത്ത് ഓട്ടോ വിളിച്ചു. കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോയി. ആശുപത്രിയിലെ വരാന്തയിലെ തണുപ്പിനേക്കാൾ രേണുവിൻ്റെ ഉള്ളം തണുത്തുറയുകയായിരുന്നു. കയ്യിലിരിക്കുന്ന അച്ചുമോൻ്റെ ശരീരം വല്ലാതെ ചൂടുകൊണ്ട് പൊള്ളുന്നു. ഓരോ നിമിഷവും അവൾ ദൈവത്തോട് കേണുകൊണ്ടിരുന്നു, തൻ്റെ ജീവൻ്റെ ജീവനായ കുഞ്ഞിന് ഒന്നും വരുത്തരുതേ എന്ന്. സുധിയുടെയും രേണുവിൻ്റെയും പരിഹാസങ്ങളും ക്രൂരതയും നേരിടാനുറച്ച ആ മനസ്സ്, ആ മകൻ്റെ ചെറിയൊരു വേദനയിൽ ആ അമ്മ മനസ്സ് തകർന്നുപോയി. ഡോക്ടർ പരിശോധന കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ രേണുവിൻ്റെ കണ്ണുകളിൽ പ്രാർത്ഥന മാത്രമായിരുന്നു. അവൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. ഡോക്ടർ, എങ്ങനെയുണ്ട് എൻ്റെ മോന്? ഏയ്, പേടിക്കാനൊന്നുമില്ല. ഇൻഫെക്ഷൻ കുറച്ച് കൂടുതലുണ്ട്. ഒബ്സർവേഷനിൽ വെക്കണം. അഡ്മിറ്റ് ചെയ്യാം. അതും പറഞ്ഞ് അയാൾ പോയി. ഒറ്റപ്പെടലിൻ്റെ ഭാരം അവളെ വീണ്ടും ശ്വാസം മുട്ടിച്ചുകൊണ്ടേയിരുന്നു. ഹോസ്പിറ്റലിൽ ബില്ല് കൊടുക്കാൻ പണത്തിനിനി എന്തു ചെയ്യും? ഈ നട്ടപ്പാതിരയ്ക്ക് ആരെ വിളിക്കും? രേണുവിൻ്റെ മനസ്സിൽ 1000 ചോദ്യങ്ങളുണ്ടായിരുന്നു. ലക്ഷ്മി ചേച്ചിയെ തന്നെ വിളിച്ചാലോ എന്നവൾ ചിന്തിച്ചു. എന്തായാലും നേരം വെളുക്കട്ടെ എന്ന് അവൾ കരുതി. രാത്രി മുഴുവൻ കുഞ്ഞിന് നല്ല വഴക്കായിരുന്നു. കുഞ്ഞിനെ ഒന്ന് മാറിയെടുക്കാൻ പോലും ആരുമില്ലാതെ ഒറ്റയ്ക്ക് അവൾ ആശുപത്രി മുറിയിൽ. പിറ്റേന്ന് രാവിലെ ശ്രീലക്ഷ്മി ടെക്സ്റ്റൈൽസ് പതിവ് പോലെ തിരക്കിലായിരുന്നു. ആദ്യം തൻ്റെ ക്യാബിനിലിരുന്ന് ഫയലുകൾ നോക്കുമ്പോഴും അവൻ്റെ കണ്ണുകൾ ഇടയ്ക്കിടെ വാതിലിലേക്ക് നീണ്ടു. രേണു എത്തുന്ന സമയമായി.
അവളോട് നേരിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കണമെന്ന് അവൻ ഉറപ്പിച്ചിരുന്നു. സമയം 10 മണി കഴിഞ്ഞിട്ടും രേണുവിനെ കാണാത്തതുകൊണ്ട് ആദിക്ക് ചെറിയൊരു പരിഭ്രമം തോന്നിത്തുടങ്ങി. എപ്പോഴും കൃത്യസമയത്ത് എത്തുന്നവളാണ് അവൾ. അവൻ ലക്ഷ്മി ചേച്ചിയെ തൻ്റെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. ലക്ഷ്മി ചേച്ചി, രേണുവിന്ന് വന്നിട്ടില്ലേ? സമയം ഒരുപാടായല്ലോ, ആദി ആകാംക്ഷയോടെ ചോദിച്ചു. ലക്ഷ്മി ചേച്ചിയുടെ മുഖത്തും ഒരു വിഷമം നിഴലിച്ചിരുന്നു. ഇല്ല, അവൾ വന്നിട്ടില്ല. ഞാൻ ഇപ്പോൾ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുകയായിരുന്നു. സാധാരണ പറയാതെ തന്നെ അവൾ മാറി നിൽക്കാറില്ലല്ലോ. ലക്ഷ്മി ചേച്ചി ഉടൻ തന്നെ രേണുവിനെ ഫോണിൽ വിളിച്ചു. ഫോൺ എടുക്കാൻ അല്പം താമസിച്ചു എങ്കിലും മറുതലയ്ക്കൽ രേണുവിൻ്റെ വിറയ്ക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ലക്ഷ്മി ചേച്ചി ഞെട്ടിപ്പോയി. രേണു മോളെ, എന്തു പറ്റി? നീ എവിടെയാ? കരച്ചിലടക്കാനാവാതെ രേണു പറഞ്ഞു. ചേച്ചി, അത് പിന്നെ എൻ്റെ മോന് തീരെ വയ്യ. പനി കൂടിയിട്ട് സിറ്റി ഹോസ്പിറ്റലിൽ വന്നതാ. ഇൻഫെക്ഷനായി അഡ്മിറ്റ് ചെയ്തു. എനിക്ക് വല്ലാതെ പേടിയാവുന്നു ചേച്ചി. കയ്യിലാണെങ്കിൽ. അവളുടെ വാക്കുകൾ മുറിഞ്ഞു. ഒരു അമ്മയുടെ നിസ്സഹായാവസ്ഥ ആ വാക്കുകളിലുണ്ടായിരുന്നു. അതിനെന്താ കുട്ടി, നീ പേടിക്കാതെ, ലക്ഷ്മി ചേച്ചി അവളെ ആശ്വസിപ്പിച്ചു. പണത്തിൻ്റെ കാര്യമോർത്ത് നീ വിഷമിക്കണ്ട. ഞാൻ ഇപ്പോൾ തന്നെ നിൻ്റെ അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ ചെയ്തേക്കാം. താൻ ടെൻഷൻ ആവാതെടോ. കുഞ്ഞിൻ്റെ അസുഖമൊക്കെ വേഗം മാറിക്കോളും. എന്ത് സഹായം വേണമെങ്കിലും എന്നെ വിളിക്കണം കേട്ടോ. അതും പറഞ്ഞ് അവർ ഫോൺ വെച്ചു. ഫോൺ വെച്ചതിന് ശേഷം ലക്ഷ്മി ചേച്ചി ആദിയെ നോക്കി. ആദിയുടെ മുഖം വിളറിയിരുന്നു. രേണുവിൻ്റെ ഓരോ തുള്ളി കണ്ണുനീരും തൻ്റെ നെഞ്ചിൽ വീഴുന്നത് പോലെ അവന് തോന്നി. അച്ചുമോന് സുഖമില്ല, സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. പാവം, അവൾ ഒറ്റയ്ക്കാണ്. ലക്ഷ്മി ചേച്ചി പറഞ്ഞു തീരുന്നതിന് മുൻപേ ആദി തൻ്റെ കാറിൻ്റെ കീയെടുത്ത് പുറത്തേക്ക് ഓടിയിരുന്നു. അവൻ്റെ മനസ്സിൽ രേണുവിൻ്റെ തളർന്ന മുഖം മാത്രമായിരുന്നു. ആശുപത്രിയിലെ നിമിഷങ്ങൾ, ആശുപത്രി മുറിയിലെ വെളുത്ത ചുവരുകൾ, അച്ചുമോൻ്റെ ഓരോ നിശ്വാസവും രേണുവിൻ്റെ നെഞ്ചിരിപ്പായി മാറി. ലക്ഷ്മി ചേച്ചി കൊടുത്ത പണം വലിയൊരു ആശ്വാസമായെങ്കിലും മനസ്സിനെ അലട്ടുന്ന ഭയം വിട്ടുമാറിയിരുന്നില്ല. പെട്ടെന്നാണ് വാതിൽ തുറന്ന് ആദി അകത്തേക്ക് ചെന്നത്. അവനെ കണ്ടതും രേണുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ താങ്ങായി നിൽക്കാൻ ഇതാ വീണ്ടും അവൻ എത്തിയിരിക്കുന്നു. ആദി, നീ എങ്ങനെ അറിഞ്ഞു? അവൾ പതർച്ചയോടെ ചോദിച്ചു. നീ എന്നോട് എന്താ രേണു ഒന്നും പറയാത്തെ? ആദിയുടെ സ്വരം ഗൗരവമേറിയതായിരുന്നു. നിനക്ക് ഈ ലോകത്ത് ആരുമില്ലെന്ന് നീ കരുതരുത്. നിന്റെ നിഴലായി ഞാനുണ്ടാവും. അപ്പോഴേക്കും ആശുപത്രിയുടെ പുറത്ത് മറ്റൊരു വണ്ടി വന്നു നിന്നു. തുടർന്ന് കേൾക്കാനായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.